ഗുഡ് മോർണിംഗ്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ഉണ്ടല്ലോ, അതിന്റെ പാർട്ട് 2 വീഡിയോ ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, പാർട്ട് 1 വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് കാണാത്തവർ എന്ത് ചെയ്യുക, ആ ഒരു വീഡിയോ കാണുക, അതിനുശേഷം ഈ ഒരു വീഡിയോ കാണുക. എന്നാൽ മാത്രമേ ഈ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാവുകയുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്? നമ്മൾ കുറെ കാര്യം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഈ ഒരു ചാപ്റ്ററിന്റെ കുറച്ച് ബേസിക് കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു. പിന്നെ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്? നമ്മൾ ബാർ മാഗ്നറ്റിന്റെയും സോളിനോയിഡിന്റെയും ഡിഫറൻസ് എന്ത് ചെയ്തിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. പിന്നെയോ നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്തായിരുന്നു. അതുപോലെ റൈറ്റ് ഹാൻഡ് തമ്പ് റൂളും കൂടിയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ പാർട്ട് 2 അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഫസ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് സോളിനോയിഡ് ആണ്. ഇന്നലെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഇന്നലെ പഠിച്ചിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും പഠിക്കാനുണ്ട്. അതായത് ഈ ഒരു ചാപ്റ്ററിന്റെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് സോളിനോയിഡ് എന്ന് വെച്ചാൽ. അതുകൊണ്ട് എന്ത് ചെയ്യുക, സ്റ്റാർ ഇട്ട് വെച്ചോളൂ. എക്സാമിന് എന്താണ് ചോദിക്കാറുണ്ട്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ, എന്താണ് സോളിനോയിഡ്? സോളിനോയിഡ് ഈസ് ആൻ ഇൻസുലേറ്റഡ് വയർ. ഓർത്ത് വെച്ചോളൂ, അതൊരു ഇൻസുലേറ്റഡ് വയർ ആണ്. വൂണ്ട് ഇൻ ദ ഷേപ്പ് ഓഫ് ഹെലിക്സ്, അതായത് ഹെലിക്സിന്റെ ഷേപ്പിൽ ഒരു ഇൻസുലേറ്റഡ് വയർ എന്തിട്ടുണ്ട്, വൂണ്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഇതുപോലെ വൂണ്ട് ചെയ്തിട്ടുണ്ട്, ടേൺ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിന് എന്ത് പറയും, സോളിനോയിഡ് എന്ന് പറയും. നിങ്ങൾ എന്ത് ഓർത്ത് വെക്കുക, സ്പ്രിങ്ങിനെ ആലോചിച്ച് വെക്കുക. അതിന്റെ ഷേപ്പും ഏകദേശം ഈ ഒരു ഷേപ്പ് അല്ലേ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാം, ഒരു ഇൻസുലേറ്റഡ് വയർ നമ്മൾ ഈ ഒരു ഹെലിക്സിന്റെ ഷേപ്പിൽ വൂണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് പറയും, സോളിനോയിഡ് എന്ന് പറയും. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ ഒരു സോളിനോയിഡിന്റെ പോൾസ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, ഇതിൽ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിക്കുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവർ മാഗ്നറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവയ്ക്ക് എന്തുണ്ടാകും, പോൾസ് ഉണ്ടാകും. ആ പോൾസ് നമ്മൾ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുക, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. The end of solenoid at which current flows in a clockwise direction will be the south pole. അതായത് നമ്മുടെ സോളിനോയിഡിന്റെ ഒരു എൻഡിൽ എന്താണ്, നമ്മുടെ കറന്റ് ഫ്ലോ ചെയ്യുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അവയാണ് എന്ത്, സൗത്ത് പോൾ എന്ന് പറയുന്നത്. ആ ഒരു പോളാണ് നമ്മുടെ സൗത്ത് പോൾ എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും, മറ്റൊരു എൻഡ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക, the end at which current flows in anti-clockwise direction will be the north pole. The end of solenoid at which current flows in an clockwise direction will be the south pole. അതായത് സോളിനോയിഡിന്റെ ഒരു എൻഡിൽ കറന്റിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ്, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. എങ്കിൽ ആ ഒരു പോൾ എന്ന് പറയുന്നത് സൗത്ത് പോൾ ആണ്. ഓക്കെ അല്ലേ? അതായത് നമ്മുടെ സോളിനോയിഡിന്റെ ഒരു എൻഡിൽ എങ്ങനെയായിരിക്കും, ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും കറന്റ് ഫ്ലോ ചെയ്യുക. എങ്കിൽ അതാണ് അതിന്റെ സൗത്ത് പോൾ എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് the end at which current flows in the anti-clockwise direction will be the north pole. ഒരു എൻഡ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ മറ്റേ എൻഡ് എങ്ങനെയായിരിക്കും, ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലായിരിക്കും. ആ ഒരു ഡയറക്ഷനിലാണ് കറന്റ് ഫ്ലോ ചെയ്യുന്നെങ്കിൽ അതാണ് നമ്മുടെ നോർത്ത് പോൾ ആയിട്ട് വരിക. ഇത് നിങ്ങൾ എങ്ങനെ ഓർത്ത് വെക്കും? മിസ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ടിപ്പ് പറഞ്ഞു തരുന്നുണ്ട്. അതായത് സോളിനോയിഡിന്റെ പോൾസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ നിങ്ങൾ എന്ത് ചെയ്യുക, മിസ്സിനെ ആലോചിച്ച് നോക്കുക. അതായത് എന്നെ ആലോചിക്കുക. എൻ എന്ന് വെച്ചാൽ എന്താണ്, നമ്മുടെ നോർത്ത് പോൾ ആണ്. എ എന്ന് വെച്ചാൽ നമ്മുടെ ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ ആണ്. ഓർത്ത് വെച്ചോളൂ, എന്നെ. ക്ലിയർ അല്ലേ? അതായത് നമ്മുടെ കറന്റ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണെങ്കിൽ അത് ഏത് പോളാണ്, അത് നോർത്ത് പോളാണ്. അങ്ങനെയാണെങ്കിൽ ക്ലോക്ക് വൈസ് വരുമ്പോൾ എന്താണ് വരിക, സൗത്ത് പോൾ ആണ് വരിക. എന്ത് ചെയ്യുക, ഈ എന്നെ എന്നുള്ള ആ ഒരു വാക്ക് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അതായത് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് മാഗ്നറ്റിക് സ്ട്രെങ്ത് ഓഫ് സോളിനോയിഡ്. അതായത് നമ്മൾ എന്ത് ചെയ്യണം, സോളിനോയിഡിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് കൂട്ടണം. അതിന് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ഒന്ന്, ഏരിയ ഓഫ് ക്രോസ്
സെക്ഷൻ, അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏരിയ കൂട്ടുകയാണ്. സോളിനോയിഡിന്റെ ഏരിയ എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടുകയാണ്. നെക്സ്റ്റ് നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽ, അതായത് നമ്മളെ ടേൺസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു കോയിൽസിന്റെ ടേൺസ് എന്ത് ചെയ്യുന്നുണ്ട്, മാറ്റം വരുത്തുകയാണ്. നെക്സ്റ്റ് സോഫ്റ്റ് അയൺ കോർ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സോഫ്റ്റ് അയൺ കോർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ഇന്റൻസിറ്റി ഓഫ് കറന്റ്, നമ്മൾ കറന്റിന്റെ തീവ്രത കൂട്ടുകയാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ കൂട്ടുമ്പോൾ നമ്മുടെ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കിയാൽ നമ്പർ ഓഫ് ടേൺസ് ഓഫ് കോയിൽ, നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കോയിൽസിന്റെ ടേൺസ് എന്ത് ചെയ്യുന്നുണ്ട്, അതിന്റെ നമ്പർ എന്ത് ചെയ്യുന്നുണ്ട്, കൂട്ടുകയാണ്. എങ്കിൽ എന്ത് ചെയ്യും, അതിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് കൂടും. മൂന്നാമത്തെ പോയിന്റ് സോഫ്റ്റ് അയൺ കോർ, നമ്മൾ ആ ഒരു സോളിനോയിഡിന്റെ അകത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു സോഫ്റ്റ് അയൺ കോർ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻസേർട്ട് ചെയ്യിക്കുകയാണെങ്കിൽ അതിന്റെ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ത് ചെയ്യും, കൂടും. പിന്നെ പറയാനുള്ളത് ഇന്റൻസിറ്റി ഓഫ് കറന്റ് ആണ്. നമ്മൾ കറന്റിന്റെ ഇന്റൻസിറ്റി കൂട്ടുകയാണ് എങ്കിൽ എന്ത് ചെയ്യും, അവിടെ മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ത് ചെയ്യും, കൂടും. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് അടുത്തൊരു ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. ഏതാണ് ആ ടോപ്പിക്? ഇതാണ് നമ്മുടെ ടോപ്പിക്. ബാർ മാഗ്നറ്റും സോളിനോയിഡും ഇവയുടെ ഡിഫറൻസ് ആണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിസ് എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും അത് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഓക്കെ, ഇവിടെ മാഗ്നറ്റിസം എന്ന് പറയുന്നത് പെർമനന്റ് ആണ്, പക്ഷെ ഇവിടെ എങ്ങനെയാണ്, ടെമ്പററി ആണ്. അതായത് സോളിനോയിഡിൽ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിക്കുമ്പോൾ മാത്രമാണ് അവിടെ എന്തുണ്ടാകുന്നത്, ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ഉണ്ടാവുന്നത്. ഇല്ലെങ്കിൽ എന്തില്ല, ഒരു മാഗ്നറ്റിക് എഫക്റ്റ് ഇല്ല. അതുകൊണ്ട് ഇവിടെ മാഗ്നറ്റിസം എന്ന് പറയുന്നത് ടെമ്പററി ആണ്, പക്ഷെ ഇവിടെ ആണെങ്കിലോ പെർമനന്റ് ആണ്. നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് പറയാനുള്ളത് പോൾസിന്റെ കാര്യമാണ്. ഇവിടെ ബാർ മാഗ്നറ്റില് പോൾസ് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ്, പക്ഷെ ഇവിടെ ആണെങ്കിൽ എങ്ങനെയാ വരിക, പോൾസ് ആർ നോട്ട് ഫിക്സ്ഡ്. ഇവിടെ പോൾസ് എന്ത് ചെയ്തിട്ടില്ല, ഫിക്സ് ചെയ്ത് വെച്ചിട്ടില്ല. നെക്സ്റ്റ് മാഗ്നറ്റിക് സ്ട്രെങ്ത്തിന്റെ കേസാണ് മൂന്നാമതായിട്ട് പറയാനുള്ളത്. ഇവിടെ എന്താണ്, മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഫിക്സ്ഡ് ആണ് അല്ലെങ്കിൽ പെർമനന്റ് ആണ്, പക്ഷെ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ത് ചെയ്യാൻ പറ്റും, കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. അതായത് ഇവ എന്ത് ചെയ്യുന്നുണ്ട്, മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആൾട്ടർ ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു ഒരു ഫാക്ടേഴ്സ് ഒക്കെ അഫക്റ്റിംഗ് ദ സോളിനോയിഡ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്പർ ഓഫ് കോയിൽസ് കൂട്ടുകയാണ്, അല്ലെങ്കിൽ സോഫ്റ്റ് അയൺ കോർ ഇൻസേർട്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അവ ആൾട്ടർ ചെയ്യുന്നുണ്ട്. അതാണ് ഇവ തമ്മിലുള്ള ഡിഫറൻസ് ആയിട്ട് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഫിഗർ ആണ്. ഇതാണ് ഫിഗർ. ഈ ഒരു ഫിഗർ എവിടെയുണ്ട്, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്താണ് ഇവിടെ പറയുന്നത്, the figure shows a copper wire suspended between the pole pieces of a U-shaped magnet using a thin conductor in such a way that the wire is perpendicular to the magnetic field and it is free to oscillate in the magnetic field. എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു U-shaped magnet ഉണ്ട്, അതിന് നടുവിലായിട്ട് ഒരു കോപ്പർ വയർ എന്ത് ചെയ്തിട്ടുണ്ട്, സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കാണുന്നില്ലേ, ഒരു തിൻ വയർ വഴി അത് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു കോപ്പർ വയറിന് എന്ത് ചെയ്യാൻ പറ്റും, ഫ്രീ ആയിട്ട് ഓസിലേറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു രീതിയിലാണ് ഇവ എന്ത് ചെയ്തിട്ടുള്ളത്, ഘടിപ്പിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇതിലെ കൂടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കറന്റ് പാസ് ചെയ്യിക്കുകയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ ഒരു കോപ്പർ വയർ എന്ത് ചെയ്യും, അവിടെ നിന്നും ചലിക്കും. എന്ത് ചെയ്യുന്നുണ്ട്, അതെന്ത് ചെയ്യുന്നുണ്ട്, ചലിക്കുകയാണ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഇവ ചലിക്കുന്നത്, അതായത് ഇവ എങ്ങനെയാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്, അതായത് മാഗ്നറ്റിക് ഫീൽഡിന്റെ പെർപെൻഡിക്കുലർ ഡയറക്ഷനിലായിട്ടാണ് കറന്റ് പാസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്തുണ്ടാവും, അവിടെ ഒരു ഫോഴ്സ് അനുഭവപ്പെടും. അതുകൊണ്ടാണ് ഈ ഒരു കോപ്പർ വയർ എന്ത് ചെയ്യുന്നത്, ചലിക്കുന്നത്. ഈ ചലിക്കുന്ന കണ്ടക്ടറിന്റെ എന്ത് ചെയ്യണം, നമുക്ക് അതിന്റെ ഡയറക്ഷൻ കണ്ടുപിടിക്കണം. എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ റൂൾ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ, ഇതൊരു ഇമ്പോർട്ടന്റ് പ്രിൻസിപ്പിൾ ആണ്. സ്റ്റാർ
ഇട്ട് വെച്ചോളൂ, എക്സാമിന് എന്താണ് ചോദിക്കാറുണ്ട്. നോക്കിക്കോളൂ. ഹോൾഡ് ദ forefinger, middle finger and thumb of the left hand in mutually perpendicular direction as shown in the figure. എന്ത് ചെയ്യണം? നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മുടെ ഫോർ ഫിംഗർ, മിഡിൽ ഫിംഗർ, തമ്പ് എടുത്തിട്ട് എന്ത് ചെയ്യണം? അത് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷനിൽ നമ്മൾ ഹോൾഡ് ചെയ്യണം. അതായത് നമ്മൾ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്യുക. നെക്സ്റ്റ്, if the forefinger indicates the direction of magnetic field, അതായത് നമ്മുടെ ഫോർഫിംഗർ എന്ന് പറയുന്നത് ഈ ഒരു ഫിംഗർ ആണ്. ഇത് ആരെയാ സൂചിപ്പിക്കുന്നത്? നമ്മുടെ മാഗ്നറ്റിക് ഫീൽഡിനെയാണ് സൂചിപ്പിക്കുന്നത്. and the middle finger indicates the direction of current, എങ്കിൽ നമ്മുടെ മിഡിൽ ഫിംഗർ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ കറന്റിന്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നുണ്ട്. then the thumb will represent the direction of motion of conductor, എങ്കിൽ നമ്മുടെ തമ്പ് എന്ന് പറയുന്നത് ഈ ഒരു വിരലാണ്. അത് എന്തിനെ സൂചിപ്പിക്കുന്നുണ്ട്? നമ്മുടെ കണ്ടക്ടറിന്റെ ഡയറക്ഷനെ സൂചിപ്പിക്കുന്നുണ്ട്. അതാണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ കണ്ടക്ടറിന്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് മുകളിലോട്ടാണ്. ഇതാണ് നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ. ഇത് നമ്മൾ എങ്ങനെ ഓർത്ത് വെക്കും? അതിന് മിസ് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ടിപ്പ് പറഞ്ഞു തരുന്നുണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? എക്സാമിന് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതി വെക്കാൻ സാധ്യതയുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഫിംഗർ ഹോൾഡ് ചെയ്യാൻ പറഞ്ഞത്? ഇങ്ങനെയാണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടാണ് ഹോൾഡ് ചെയ്യേണ്ടത്. നമ്മുടെ വീട്ടിലെ മെയിൻ താരമാരാണ്? നമ്മുടെ അച്ഛനാണ്, ഫാദർ. അതിൽ എഫ് മാത്രം മിസ് എന്ത് ചെയ്യുന്നുണ്ട്? എഴുതുന്നുണ്ട്. ഫാദർ കഴിഞ്ഞ നെക്സ്റ്റ് ആളാരാണ്? നമ്മുടെ മദർ ആണ്. എം എഴുതാം. അവർ രണ്ടുപേരും കഴിഞ്ഞാൽ ആരാണ്? നമ്മളാണ്, ചൈൽഡ്. സി. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇവിടെ ഫസ്റ്റ് ഫിംഗർ എന്താണ്? എഫ് ആണ്. അതായത് ഇവിടെ എന്താണ്? ഫോഴ്സ് ആണ്. ഓർത്ത് വെച്ചോളൂ, നമ്മുടെ തമ്പ് എന്ന് പറയുന്നത് ഫോഴ്സ് ആണ്. നെക്സ്റ്റ് ആരാണ്? എം ആണ്. ഫോഴ്സ് നെക്സ്റ്റ് ഈ ഒരു ഫിംഗർ എന്ന് പറയുന്നത് എം ആണ്. അതായത് ഇവിടെ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ആണ്. നമ്മുടെ ഈ ഒരു പ്രിൻസിപ്പളിൽ എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ആണ് വരിക. നെക്സ്റ്റ് നമ്മുടെ സി ആണ്. അതായത് സി ആണ് നെക്സ്റ്റ് വരുന്നത്. അത് നമ്മുടെ കറന്റ് ആണ്. അത് തന്നെയാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. ഇതുപോലെ ആലോചിച്ച് വെച്ചാൽ നിങ്ങൾക്ക് എന്തുണ്ടാവില്ല? കൺഫ്യൂഷൻ ഉണ്ടാവില്ല. അത്രയ്ക്കും സിമ്പിൾ ആണ് ഈ ഒരു പ്രിൻസിപ്പിൾ എന്ന് വെച്ചാൽ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്. Okay, a conductor which can move freely and which is kept in a magnetic field experience a force when a current passes through it and it moves. അതായത് ഒരു കണ്ടക്ടറിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണ്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? പാസ് ചെയ്യിക്കുകയാണെങ്കിൽ അവിടെ എന്തുണ്ടാവുന്നുണ്ട്? ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആ ഫോഴ്സിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആ കണ്ടക്ടർ എന്ത് ചെയ്യും? മൂവ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? മോട്ടോർ പ്രിൻസിപ്പിൾ എന്ന് പറയുക. നെക്സ്റ്റ് പോയിന്റ് നോക്കിക്കോളൂ. The working of electric motor is based on this principle. അതായത് നമ്മുടെ ഇലക്ട്രിക് മോട്ടോർ ഉണ്ടല്ലോ, അത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്? ഈ പറഞ്ഞ മോട്ടോർ പ്രിൻസിപ്പിളിന്റെ ബേസിലാണ് വർക്ക് ചെയ്യുന്നത്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. The motor principle is also used in devices like fan, mixie, etc. അതായത് ഇതേ പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ട് കുറച്ച് ഡിവൈസ് എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന എക്സാമ്പിൾസ് ആണ് ഫാൻ, മിക്സി. ഇതൊക്കെയാണ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. നമ്മൾ കേൾക്കാറുണ്ട് നമ്മുടെ ഫാനിൽ എന്തുണ്ട്? മോട്ടർ ഉണ്ട്. അതുപോലെ എന്ത് ചെയ്യുന്നുണ്ട്? മിക്സിയിൽ എന്തുണ്ട്? മോട്ടർ ഉണ്ട്. അതൊക്കെ എന്താണ്? നമ്മുടെ മോട്ടോർ പ്രിൻസിപ്പിളിന്റെ അടിസ്ഥാനത്തിലാണ് വർക്ക് ചെയ്യുന്നത്. അതാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഇലക്ട്രിക് മോട്ടോറിന്റെ പാർട്സ് ആണ്. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് മോട്ടോറിന്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. അതായത് NS മാഗ്നറ്റിക് പോൾസ് ഉണ്ട്. ഇതാണ് നമ്മുടെ മാഗ്നറ്റിക് പോൾസ് എന്ന് പറയുന്നത്. പിന്നെ XY ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് മോട്ടോർ. XY എന്ന ആക്സിലാണ് നമ്മുടെ എന്ത് ചെയ്യുന്നുണ്ട്? മോട്ടോർ റൊട്ടേറ്റ് ചെയ്യുന്നത്. ABCD അതാണ് ആർമേച്ചർ എന്ന് പറയുന്നത്. ഇവിടെ നോക്കിക്കോളൂ, ABCD എന്ന് പറയുന്ന ഒരു ആർമേച്ചർ നമുക്കുണ്ട്. B1 B2 ഗ്രാഫൈറ്റ് ബ്രഷസ്. ഇവിടെ എന്തുണ്ട്? രണ്ട് ബ്രഷ് ഉണ്ട് സൈഡിലായിട്ട്. അത് നമ്മുടെ ഗ്രാഫൈറ്റ് ബ്രഷസ് ആണ്.
R1 R2 സ്പ്ലിറ്റ് റിങ്സ്. അതായത് എന്തുണ്ട്, നമ്മുടെ റിംഗ് എന്ത് ചെയ്തിട്ടുണ്ട്, സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതാണ് R1 R2 എന്ന് പറയുന്നത്. അങ്ങനെ നമുക്കൊരു 5 പാർട്സ് എന്ത് ചെയ്യാനുണ്ട്, പഠിക്കാനുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് നമ്മുടെ മാഗ്നറ്റിക് പോൾസ് ആണ്, രണ്ട് ആക്സിസ് ഓഫ് റൊട്ടേഷൻ ഓഫ് മോട്ടോർ, ആൻഡ് തേർഡ് വൺ ആർമേച്ചർ, ഫോർത്ത് വൺ ഗ്രാഫൈറ്റ് ബ്രഷസ്, ആൻഡ് ഫിഫ്ത്ത് വൺ അവർ സ്പ്ലിറ്റ് റിങ്സ്. അങ്ങനെ 5 പാർട്സ് എന്ത് ചെയ്യാനുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് ആർമേച്ചർ എന്ന് വെച്ചാൽ? അതായത് നമ്മുടെ ABCD ഈ ഒരു പാർട്ടാണ് നമ്മുടെ ആർമേച്ചർ എന്ന് പറയുന്നത്. ആർമേച്ചർ is a metallic coil wound round a soft iron core so it is free to rotate. അതായത് ഒരു സോഫ്റ്റ് അയൺ കോറിന് ചുറ്റും എന്തുണ്ട്, ഒരു മെറ്റാലിക് കോയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ചുറ്റിയിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർമേച്ചർ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഇറ്റ് ഈസ് ഫ്രീ ടു റൊട്ടേറ്റ്. അതുകൊണ്ട് തന്നെ എന്താണ്, അതിന് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. ഇറ്റ് ഈസ് ഫിക്സ്ഡ് ഫേംലി ഓൺ ആക്സിസ് XY. അതായത് അത് എന്ത് ചെയ്തിട്ടുണ്ട്, XY എന്ന് പറയുന്ന ആ ആക്സിസിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതാണ് നമ്മുടെ ആർമേച്ചർ എന്ന് പറയുന്നത്. എന്താണ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറഞ്ഞാലോ? അതായത് നമ്മുടെ റിംഗ് ഉണ്ടല്ലോ, അതെന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയിട്ടുണ്ട്. ഈ ഒരു പാർട്ടാണ് നമ്മുടെ സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത്. If the rotation of armature is to be sustained, the direction of current through the armature should continuously keep on changing. അതായത് നമ്മുടെ ആർമേച്ചർ എന്ത് ചെയ്യണം, അതിന്റെ ആർമേച്ചറിന്റെ റൊട്ടേഷൻ എന്ത് ചെയ്യണം, സസ്റ്റെയിൻ ചെയ്യണം. അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ കറന്റിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. ഓക്കെ അല്ലേ? നമ്മുടെ ആർമേച്ചർ എന്ത് ചെയ്യണം, അതിന്റെ റൊട്ടേഷൻ സസ്റ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കറന്റ് എന്ത് ചെയ്യണം, ചേഞ്ച് ചെയ്യണം. The split ring helps to change the direction of current through the coil after every half rotation. അതായത് നമ്മുടെ സ്പ്ലിറ്റ് റിംഗ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത്, നമ്മുടെ കറന്റിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. അതായത് എവറി ഹാഫ് റൊട്ടേഷൻ, അതായത് എവറി ഹാഫ് റൊട്ടേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കറന്റിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മൾ സ്പ്ലിറ്റ് റിംഗ് ചെയ്യുന്നത്. ഹെൻസ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കറന്റിന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ ഹാഫ് റൊട്ടേഷനിലും എന്ത് ചെയ്യുന്നുണ്ട്, ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഇലക്ട്രിക് മോട്ടോറിന്റെ പാർട്സ് എന്ന് പറയുന്നത്. എക്സാമിന് എന്ത് ചെയ്യുമ്പോൾ ചോദിക്കാറുണ്ട്, ലാബിലും ചോദിക്കാറുണ്ട്, അതുപോലെ ഇതിന്റെ ഫംഗ്ഷനും ചോദിക്കാറുണ്ട്. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻസും ലാബിലും ഒക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ചാപ്റ്ററിന്റെ ലാസ്റ്റ് പാർട്ടാണ്. അതായത് moving coil loudspeaker. Moving coil loudspeaker is a device that works on the principle of motor principle. അതായത് മോട്ടോർ പ്രിൻസിപ്പിളിന്റെ ബേസ് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ് മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ എന്ന് പറയുന്നത്. ഇതാണ് അതിന്റെ ഡയഗ്രാം എന്ന് പറയുന്നത്. എന്ത് ചെയ്യാറുണ്ട്, ലാബിൽ നമുക്ക് പഠിക്കാനുണ്ട്. അതായത് എന്തൊക്കെ പാർട്സ് ആണുള്ളത്, ഒന്ന് വോയിസ് കോയിൽ ആണ്. ഇതാണ് നമ്മുടെ വോയിസ് കോയിൽ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡയഫ്രം, ഈ ഒരു പാർട്ടാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഇതാണ് സോഫ്റ്റ് അയൺ ഷീൽഡ് എന്ന് പറയുന്നത്. ഇവിടെ എന്തുണ്ട്, ഒരു ഫീൽഡ് മാഗ്നറ്റ് ഉണ്ട്, ഇവിടെ ഒരു കണക്റ്റിംഗ് വയറും കൂടി ഉണ്ട്, അതുപോലെ ഒരു സോഫ്റ്റ് അയൺ കോറും കൂടി ഉണ്ട്. ഇതൊക്കെയാണ് ഇതിന്റെ പാർട്സ് ആയിട്ട് പറയാനുള്ളത്. അതിൽ ഇമ്പോർട്ടൻറ്റ് പാർട്ട് എന്ന് പറയുന്നത് ഒന്ന് നമ്മുടെ ഡയഫ്രം, രണ്ട് വോയിസ് കോയിൽ, മൂന്ന് ഫീൽഡ് മാഗ്നറ്റ് ആൻഡ് സോഫ്റ്റ് അയൺ കോർ. ഇതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് പാർട്സ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ അല്ലേ? ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ കൂടി നമുക്ക് പഠിക്കാനുണ്ട്. അതായത് എങ്ങനെയാണ് നമ്മുടെ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ വർക്ക് ചെയ്യുന്നത്. The electric pulses from a microphone are strengthened using an amplifier. അതായത് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് പൾസ് എന്ത് ചെയ്യുന്നുണ്ട്, മൈക്രോഫോണിൽ സ്ട്രെങ്തൻ ചെയ്യുന്നുണ്ട്. ആരാണ് സ്ട്രെങ്തൻ ചെയ്യിക്കുന്നത്, നമ്മുടെ ആംപ്ലിഫയർ ആണ് സ്ട്രെങ്തൻ ചെയ്യിക്കുന്നത്. ആൻഡ് സെൻഡ് ത്രൂ എ വോയിസ് കോയിൽ ഓഫ് ദ ലൗഡ് സ്പീക്കർ. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ വോയിസ് കോയിലിലേക്ക് അത് എന്ത് ചെയ്യുന്നുണ്ട്, സെൻഡ് ചെയ്യുന്നുണ്ട്. ദ വോയിസ് കോയിൽ വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ്. അതായത് നമ്മുടെ വോയിസ് കോയിൽ എന്ന് പറയുന്നത് ഇതാണ്. ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇടയിലാണ് ഉള്ളത്. വിച്ച് ഈസ് പ്ലേസ്ഡ് ഇൻ ദ മാഗ്നറ്റിക് ഫീൽഡ് മൂവ്സ് ടു ആൻഡ് ഫോർവേഡ് റാപ്പിഡ്ലി. അതായത് എന്ത് ചെയ്യുന്നുണ്ട്, അത് മുകളിലേക്കും താഴോട്ടും എന്ത് ചെയ്യുന്നുണ്ട്, റാപ്പിഡ് ആയിട്ട് മൂവ് ചെയ്യുന്നുണ്ട്.
ഇൻ അക്കോർഡൻസ് വിത്ത് ദ ഇലക്ട്രിക് പൾസസ്. അതായത് ഇലക്ട്രിക് പൾസിന്റെ അക്കോർഡൻസ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ മൂവ്മെന്റ് നടക്കുന്നത്. ദീസ് മൂവ്മെന്റ്സ് മേക്സ് ദ ഡയഫ്രം വൈബ്രേറ്റ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഡയഫ്രത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, വൈബ്രേറ്റ് ചെയ്യിക്കുന്നുണ്ട്. കാരണം നമ്മുടെ വോയിസ് കോയിൽ എവിടെയുള്ളത്, നമ്മുടെ ഡയഫ്രത്തിന് അറ്റാച്ച് ചെയ്തിട്ടാണ് ഉള്ളത്. അതായത് നമ്മുടെ വോയിസ് കോയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വൈബ്രേറ്റ് ചെയ്യുന്ന മൂവ് ടു ആൻഡ് ഫ്രോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഡയഫ്രം എന്ത് ചെയ്യുന്നുണ്ട്, വൈബ്രേറ്റ് ചെയ്യുന്നുണ്ട്. thereby producing സൗണ്ട്. ഇങ്ങനെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം അങ്ങോട്ട് ഷെയർ ചെയ്യുക. അതുപോലെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കമന്റ് സെക്ഷനിലോട്ട് വരിക. വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നമ്മൾ ലെറ്റസ്റ്റ് അസസിന്റെ പാർട്ട് ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതും കൂടി എല്ലാവരും ഒന്ന് കാണുക. മിസ് എന്ത് ചെയ്യുന്നുണ്ട്, പുതിയൊരു ചാപ്റ്റർ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നുണ്ട്. ടിൽ ദെൻ ബൈ.